അധ്യാപകനാണ് ശരത്ത്. അടുത്തുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് സ്ഥലം മാറി വന്നിട്ട് ദിവസങ്ങളായതേയുള്ളൂ. തലേ ദിവസം പോലും തന്റെ വീടിന് മുമ്പിലൂടെ അയൽവീട്ടിലെ പെൺകുട്ടിയുടെ കൂടെ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ ശാന്ത സ്വഭാവത്തോടെ നടന്നുപോയ പെൺകുട്ടി തന്നെയാണോ? കുറച്ചു മുമ്പ് അവിടുന്ന് ഇത്രയും സംസാരിച്ചെന്ന് ശരത്ത് ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. ചാണകത്തിൽ മുങ്ങി നിൽക്കുന്ന കിച്ചുവിന്റെ മുഖം ഓർമ്മ വന്നതും ശരത്ത് അറിയാതെ ചിരിച്ചുപോയി. ബൈക്കിന്റെ പുറകിൽ നിന്ന് എത്തി നോക്കിയപ്പോൾ മിററിലൂടെ അച്ഛന്റെ ഗൗരവമാർന്ന മുഖം കണ്ട് ആർച്ചയുടെ ഉള്ളിൽ അല്പം ആശങ്ക നിറഞ്ഞു. ആർച്ചയുടെ അച്ഛൻ കൃഷ്ണകുമാരൻ സന്തോഷം സുഹൃത്തുക്കളായിരുന്നു. സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവർ. കൃഷ്ണകുമാർ ജോലിക്കായി വിദേശത്തേക്ക് പോയപ്പോൾ ആ സൗഹൃദത്തിൽ ഒരു അകൽച്ച വന്നു. കൃഷ്ണകുമാർ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരികെ എത്തിയപ്പോൾ 3 വർഷം ആയതേയുള്ളൂ. വീണ്ടും അമ്പല കമ്മിറ്റിയിലും മറ്റും ഒരുമിച്ച് കൂടുമ്പോൾ തമ്മിൽ ആ പഴയ ബന്ധം നിലനിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിലേക്കാണ് താൻ കുറച്ചു മുമ്പ് ചാണകവെള്ളം എടുത്ത് ഒഴിച്ചത്. അത് ചിന്തിച്ചപ്പോൾ ആർച്ച അറിയാതെ നഖം കടിച്ചു പോയി. അവൻ തന്നോട് ചെയ്തും ഇന്നലെ പറഞ്ഞതൊക്കെ ആയപ്പോൾ അവനോട് 2 പറയണമെന്ന് ഉറപ്പിച്ചതാണ്. അത്രത്തോളം മനസ്സ് വേദനിച്ചു പോയിരുന്നു. അതിനുശേഷമുള്ള ഒന്നും ആ സമയം ചിന്തിച്ചില്ല. ചതിക്കപ്പെട്ട ദേഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതും ജീവിതത്തിൽ അത്രയേറെ വിശ്വസിച്ച 2 പേർ. തന്നെ പറ്റിച്ച് അവരെങ്ങനെ മിടുക്കരാവേണ്ട എന്ന ചിന്തയായിരുന്നു. കൂടുതൽ സമയം അച്ഛനെ നോക്കിയിരുന്നാലുള്ള ധൈര്യം കപ്പൽ കയറുന്നുള്ളത് കൊണ്ട് ആർച്ച നോട്ടം പിൻവലിച്ച് അച്ഛനോട് പറയാനുള്ള കാര്യങ്ങൾ മനസ്സിൽ അക്കമിട്ട് അടുക്കി പെറുക്കി വെച്ച് കിച്ചുവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് എത്താനുള്ള 5 മിനിറ്റിന്റെ ഇടയിൽ കഥയും തിരക്കഥയും സംഭാഷണവും ഉൾപ്പെടെ മനസ്സിൽ എഴുതി വെച്ച് ആർച്ച കണ്ണുകളടച്ച് ശ്വാസം വലിച്ചു വിട്ട് മനസ്സിലെ പരിഭ്രമം അകറ്റി. ഓട്ട വീണ ബലൂണിലെ കാറ്റൊഴിഞ്ഞു പോകുന്നത് പോലെ മനസ്സിൽ നിന്ന് ചോർന്നു പോകുന്ന ആത്മവിശ്വാസം തിരികെ സംഭരിച്ചു വെച്ച് വീടിന് മുമ്പിൽ ബൈക്ക് നിർത്തിയത് ആർച്ച ചാടി ഇറങ്ങി. അതുകൊണ്ടല്ല അച്ഛ ഞാൻ ആർച്ച പറയാൻ തുടങ്ങിയത് അച്ഛൻ കൈ ഉയർത്തി വിലക്കി. ആർച്ചയുടെ മുഖം മങ്ങി. അച്ഛൻ തികഞ്ഞ ഗൗരവത്തിലാണെന്ന് അവൾക്ക് തോന്നി. അവൾ തലകുനിച്ച് നിന്നു. നിനക്ക് ചാണകം എവിടുന്ന് കിട്ടി? മനസ്സിൽ ഓർത്തു വെച്ച കാര്യങ്ങൾ വീണ്ടും പറയാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛനിൽ നിന്ന് വന്ന ആ ചോദ്യത്തിൽ ആർച്ച വാപൊളിച്ച് നിന്നു. പരീക്ഷാ ഹാളിൽ ചെന്നിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴുള്ള അവസ്ഥയായിരുന്നു അവൾക്ക്. പഠിച്ചു വെച്ചതൊന്ന്, ചോദിച്ചത് വേറൊന്ന്. ആർച്ച താടിയിൽ കൈതാങ്ങി നിന്നു. എൻ്റെ അച്ഛൻ തന്നെ, ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ രാവിലെ തന്നെ വീട്ടിൽ കയറി ചെന്ന് ചീത്ത വിളിച്ചെന്ന മോളോട് ചാണകം എവിടുന്ന് കിട്ടിയെന്നാണ് ചോദിക്കേണ്ടത്. എന്താടാ അച്ഛൻ ചോദിക്കുന്നിട്ട് അവൾ നേരെ നോക്കി ചിരിയോടെ പതിയെ തലയാട്ടി. അയാൾ ബൈക്ക് സ്റ്റാൻഡിലിട്ട് ഇറങ്ങി അവളെ ചേർത്ത് പിടിച്ച് ഉള്ളിലേക്ക് നടന്നു. നമ്മുടെ അനീഷേട്ടനില്ലേ പണിക്കര്, പുള്ളിയുടെ വീട്ടിൽ നിന്ന്. ആർച്ച കണ്ണു ചിമ്മി ചിരിച്ചു. ആ ചാണകം മെഴുകിയ മോളെ. ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ച് വന്ന ചോദ്യത്തിന്റെ ഉറവിടത്തിലേക്ക് 2 പേരും നോക്കി. കൃഷ്ണകുമാറിന്റെ അമ്മയാണ് സാവിത്രി. അച്ഛനും മകൾക്കും പുരോഗമനത്തെ കൂടിയും പോയി. അച്ഛമ്മക്ക് അതിത്തിരി കുറഞ്ഞും പോയി എന്നുള്ള അവസ്ഥയാണ് വീട്ടിൽ. അതിൻ്റെ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ആർച്ചയുടെ അമ്മ ജയശ്രീയും. ആർച്ചയുടെ എന്ത് കാര്യത്തിൽ അച്ഛമ്മ ആദ്യം എതിരഭിപ്രായം മാത്രമേ പറയൂ. എന്ത് ചെയ്താലും അവൾ ചെയ്യുന്നതിലുള്ള കുറ്റം കണ്ടുപിടിക്കുക എന്നത് പുള്ളിക്കാരിയുടെ പ്രധാന വിനോദമാണ്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് അവൾ വെറുതെ ഇരിക്കുന്നതെന്ന് കുറ്റം പറയും. പ്രത്യേകിച്ച് ആർച്ചയുടെ ഫോണാണ് പുള്ളിക്കാരിയുടെ പ്രധാന പുള്ളി കൂടുതലെന്തിനു പറയുന്നു. മഴ പെയ്താൽ പോലും ആർച്ച മൊബൈൽ നോക്കിയത് കൊണ്ട് മഴ പെയ്തു എന്ന് പറയുന്ന പ്രത്യേകതരം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന അപൂർവ പ്രതിഭ കൂടിയാണ് അച്ഛമ്മ. പെട്ടു എന്ന ഭാവത്തിൽ ആർച്ച അച്ഛനെ നോക്കി. കൃഷ്ണകുമാർ ചോദ്യഭാവത്തിലും. ഇന്ന് പുലർച്ചെ ചാണകം കൊണ്ടുവന്നപ്പോൾ അച്ഛമ്മ കണ്ടിരുന്നു. ഒരു ദുർബല നിമിഷത്തിൽ മുറ്റത്ത് ചാണകം മെഴുകാനാണെന്ന് ഞാൻ അറിയാതെ പറഞ്ഞുപോയ അച്ഛ, ഇനി എന്താ ചെയ്യുക? അവൾ അയാൾക്ക് കേൾക്കാൻ പാത്തിന് മന്ത്രിച്ചു. അത് കേട്ടത് അതിനേക്കാൾ ദയനീയമായി കൃഷ്ണകുമാർ അവളെ നോക്കി. ഇന്റർലോക്ക് ഇട്ട മുറ്റത്ത് ചാണകം മെഴുകുന്ന കാര്യമാണ് ഈ പറയുന്നത്. പണ്ടൊക്കെ വീടിന്റെ മുറ്റത്തും അകത്തൊക്കെ ചാണകം മെഴുകുന്നല്ലേ, ഇപ്പൊ എല്ലായിടത്തും സിമന്റോ ടൈൽസൊക്കെ അല്ലേ? അച്ഛമ്മ വളരെ കാര്യമായി പറയുന്നുണ്ട്. ആർച്ചയ്ക്ക് ചിരി വരാൻ തുടങ്ങി. അവൾ ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരിയടക്കി നിന്നു. ഉവ് അവള് മെഴുകി, ആ സന്തോഷേട്ടന്റെ പോലെ തലയിലാണെന്ന് മാത്രം. അടുക്കളയിൽ നിന്ന് വന്ന ആർച്ചയുടെ അമ്മ ജയശ്രീ ദേഷ്യത്തോടെ പറഞ്ഞു. ആർച്ചയുടെ ചുണ്ടിൽ വിരിഞ്ഞ വിരി പുരാണ സീരിയൽ വരം കൊടുക്കാൻ വരുന്ന ദൈവം അപ്രത്യക്ഷമാകുന്ന പോലെ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് പോയി. കയ്യിലിരുന്ന പഴം നഷ്ടപ്പെട്ട കുരങ്ങനെ പോലെ അവൾ തല ചൊറിഞ്ഞുകൊണ്ട് 2 പേരെയും മാറി മാറി നോക്കി. അമ്മേ ഞാൻ മിണ്ടരുത്. ആരു നീ എന്താ കരുതി വെച്ചിരിക്കുന്നേ? നിങ്ങൾ 2 പേരും ഇഷ്ടത്തിലായിരുന്നു. അത് ഈ നാട്ടിൽ ഒരാൾക്ക് അറിയില്ലായിരുന്നു. നിന്റെ അവന്റെ വീട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു. അവന് നിന്നെ വേണ്ടെങ്കിൽ വേണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങ് തീർന്നേനെ. ഇതിപ്പോ നിന്റെ ഈ പ്രവർത്തിക്കാരൻ നാട്ടുകാർ മുഴുവൻ സംഭവം അറിഞ്ഞു. ജയശ്രീ പറയുന്ന കേട്ട് ആർച്ചയ്ക്ക് ദേഷ്യം വന്നു. അവൻ പിന്നെ എന്താ പറയുന്നത്? അവൻ എന്നെ പറ്റിച്ച് മിടുക്കനായിട്ട് അങ്ങ് പോയിക്കോട്ടെ എന്ന് കരുതണോ? ഇന്നലെ അവനെ വിളിച്ച് പറഞ്ഞാൽ ആവശ്യം കേട്ട് മിണ്ടാണ്ടിരിക്കണമായിരുന്നോ? ആർച്ചയുടെ ശബ്ദം ഉയർന്നു. മിണ്ടിയിട്ട് ഇപ്പൊ എന്തായി? ഇനി നിനക്കൊരു ആലോചന വരുമ്പോ എന്താവും? നാളെ മുതൽ നാട്ടുകാർ എന്തൊക്കെ അനാവശ്യം പറഞ്ഞെടുക്കുന്നത് കണ്ടറിയാം കേട്ടോ. കയ്യിലിരുന്ന പ്ലേറ്റ് ശക്തിയിൽ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ജയശ്രീ മുഖം വീർപ്പിച്ചു. ജയേ ജയേ ജയേ, സ്കൂൾ വിടാൻ സമയമായിട്ടല്ലോ, പിന്നെ എവിടുന്ന ദേശീയഗാനം? വന്നു രാധേശിയ. ജയ ജയ എന്ന് വിളിച്ചാണ് വരവ്.
കവിത ഇപ്പൊ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു കരഞ്ഞു വെച്ചതേ ഉള്ളൂ. ഇനിയിപ്പോ ഇവരുടെ വകയും കുത്തി കുത്തി കുറെ ചോദ്യങ്ങളുണ്ടാവും. ജയശ്രീ തലയിൽ കൈവച്ച് എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. ആർച്ച പുറകെ വെച്ച് പിടിച്ചു. അല്ല ജയ്, ആർച്ച മോൾ എന്തൊക്കെയായി ചെയ്തു വെച്ച്? ഇപ്പൊ എല്ലാവരും അറിഞ്ഞ നാണക്കേടായില്ലേ? നമുക്കറിയാം നമ്മുടെ കുട്ടിയുടെ കാര്യം, പക്ഷെ ആൾക്കാർ ഓരോന്ന് പറയില്ലേ? ഇനിയിപ്പോ നല്ലൊരു ആലോചന വരുമോ? നമ്മുടെ കുട്ടിയുടെ ഭാവി പോയില്ലേ? ശബ്ദത്തിൽ ആവോളം ആശങ്ക നിറച്ച് പറയുന്ന രാധയെ ആർച്ച ചെറുചിരിയോടെ നോക്കി നിന്നു. ജയശ്രീ ഞാൻ പറഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ആർച്ചയെ പാളി നോക്കി. രാധേച്ചിക്ക് അത്ര വലിയ വിഷമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, രതീഷ് ഏട്ടനോട് എനിക്കൊരു ജീവിതം തരാൻ പറയും, ഞാൻ റെഡിയാ. ഉടനടി ആർച്ചയുടെ മറുപടി വന്നിരുന്നു. രാധയുടെ മൂത്ത മകനാണ് രതീഷ്. രാധ അവൾ നോക്കി ചിരിച്ചു കാണിച്ചു. ചിരിയാണോ കരച്ചിലാണോ എന്നറിയാത്തൊരു ഭാവത്തിലേക്ക് അത് രൂപാന്തരം പ്രാപിച്ചു. ജയശ്രീ അവൾ നോക്കി കണ്ണുരുട്ടി. അത് പിന്നെ അവൻ നിന്നെക്കാൾ ഒരുപാട് മുതിർന്നല്ലേ മോളെ, അതാട്ടോ. രാധ തപ്പിത്തടഞ്ഞ് പറഞ്ഞു. എനിക്ക് പ്രശ്നമില്ലേ നീ വേണ്ട, നിതീഷേട്ടനായാലും മതി, അതാവുമ്പോ കറക്റ്റ് മാച്ചാ, പ്രായവും ചേരുമല്ലോ. ആർച്ച ചിരിച്ചു. എന്തോ ഞാനേ കറി അടുപ്പിൽ വെച്ചാ വന്ന്, അങ്ങോട്ട് ചെല്ലട്ടെ, പിന്നെ വരാം മോളെ. ഇനി കൂടുതൽ സംസാരിച്ചിരുന്ന ആർച്ച ഇന്ന് തന്നെ കല്യാണം നടത്തിയാലോ എന്ന് ചിന്തിച്ചു പോയ രാധ പതിയെ അവിടെ നിന്ന് വലിഞ്ഞു. ആർച്ച ചുണ്ടു കൂട്ടിപ്പിടിച്ച് ചിരിയടക്കി തലയാട്ടി. അങ്ങോട്ട് മാറടി. ദേഷ്യത്തോടെ അവൾക്കൊരു തട്ടും കൊടുത്ത് ജയശ്രീ ഉള്ളിലേക്ക് നടന്നു. അച്ഛനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ച് ആർച്ചയും പുറകെ വെച്ച് പിടിച്ചു. മുറുക്കാനും ചവച്ച് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപ്രവതം പോലെ എല്ലാം കേട്ട് ദേഷ്യം കൊണ്ട് പുകയുന്ന അച്ഛമ്മയെ അവളൊന്ന് നോക്കി. പുകഞ്ഞു പുകഞ്ഞു പൊട്ടിത്തെറിച്ച് ലാവക്ക് പകരം മുറുക്കാൻ പുറത്തിയാടാണ്ടിരുന്നാ മതി. ചുണ്ടുകൊട്ടി പിറുവിറുത്തുകൊണ്ട് ആർച്ച മുറിയിലേക്ക് നടന്നു. ആ തക്കത്തിൽ പതിയെ കൃഷ്ണകുമാറും. അതിനിടയിൽ പുറകിൽ നിന്ന് അമർത്തിയുള്ള ഒരു മൂളൽ അയാൾ കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കാൻ പോയില്ല. എന്തിനാ വെറുതെ ചെന്ന് ചോദിച്ചു വാങ്ങുന്നു? മനസ്സമാധാനം മുഖ്യം ബീലേ എന്ന ലോകതത്വം മനസ്സിലാലോചിച്ച് അയാൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ തുരുതുരാ പറത്തിവിട്ടു. വീടിനടുത്തുള്ള പുഴയിൽ നിന്ന് കയറി വരുന്ന കിച്ചുവിനെ നോക്കി സുഹൃത്ത് അരുൺ താടിക്ക് കൈ കൊടുത്തിരുന്നു. ഇതിപ്പോ 10ാമത്തെ തവണയാണ് മുങ്ങി വന്ന് സോപ്പേക്കുന്നത്. വല്ലാത്ത തൊലിക്കെട്ടി തന്നെ. ഇത്രയും തേച്ചിട്ടും പയറുപോലെ നടന്നു വരുന്നുണ്ടില്ലേ? തേഞ്ഞു തീരാറായി രൂപം പോലും തിരിച്ചറിയാൻ സാധിക്കാതെ അടുത്ത് കിടക്കുന്ന ചന്ദ്രികാ സോപ്പിനെ ദയനീയമായി നോക്കി അരുൺ നെടുവീർപ്പിട്ടു. ക്ലിനിക് പ്ലസ് ഷാമ്പുവിന്റെ ഒരു ബോട്ടിൽ പാണ്ടി ലോറി കയറി വീരചർമ്മം പ്രാപിച്ച പോക്കാൻ തവളെ പോലെ ഒരു വശത്ത് കിടക്കുന്നു. തേച്ച് തലയിലും മുടി അവിടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അടകിച്ചു? അവൾ ഒഴിവാക്കി വിട്ടല്ലേ, ആ വഴിക്കങ്ങ് വിട്ടാ പോരായിരുന്നോ? അരുൺ ചോദിച്ചതിന് മറുപടിയായി സോപ്പിന്റെ പത കണ്ണിൽ നിന്ന് തുടച്ചു മാറ്റി കിച്ച് രൂക്ഷമായി നോക്കി. ഇതിപ്പോ ഇന്നലെ വെറുതെ അവൾ കയറി ചൊറിഞ്ഞ് വേണ്ടാത്ത പണി ചോദിച്ചു വാങ്ങി. അരുൺ പറഞ്ഞിരുന്നപ്പോഴേക്കും കിച്ച് കൈയുള്ള സോപ്പ് വെച്ച് അവൻ എറിഞ്ഞു. ഡാ കരിമ്പാറ ഓനെ, ഇന്നലെ രാത്രി നീയും മറ്റുള്ളവന്മാരും കൂടെ അല്ലടാ വെള്ളടിച്ച് എന്നെ പറഞ്ഞ് ചൂടാക്കി വിട്ട് അവളെ വിട്ടുകളരുത്. ഒരു ടൈം പാസിന് അവളെ വളക്കി. ഇതൊക്കെ ഇപ്പൊ സാധാരണ അത്യാവശ്യം കാശും ഗിഫ്റ്റൊക്കെ ഉണ്ടാ വീഴാത്ത പെമ്പിള്ളേരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവനെ ഉണ്ടാക്കാൻ വരുന്നോ? കിച്ചു രോഷത്തോടെ പറഞ്ഞു. ഏറുകൊണ്ട മൂക്ക് തടവി അരുണൊന്ന് വിളിച്ചു കാണിച്ചു. അതിപ്പോ വെള്ളത്തിന്റെ പുറത്ത് ഞങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ നിന്നോട് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ ആരെങ്കിലും പറഞ്ഞോ? അരുൺ പിറുവിറുത്തു. ഡാ വെറുതെ എന്നെ കൊണ്ട് നിന്റെ അച്ഛനെ വിളിപ്പിക്കരുത്. കിച്ചു അവന്റെ നേരെ കണ്ണുരുട്ടി. പോടാ, എന്റെ അച്ഛനെ വിളിക്കാനുള്ള ഉത്സാഹം രാവിലെ അവളോട് കാണിക്കാൻ പാടില്ലേ? അരുൺ അവനെ കളിയാക്കി. അവനെ തുറിച്ചു നോക്കി കിച്ചു വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്നു. അവളോട് എന്ത് കാണിക്കാൻ? ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവൾ ആ കല്യാണം കൂടെ മുടക്കാൻ. അല്ലെങ്കിൽ തന്നെ ഇന്നലെ വരെ എന്റെ മുമ്പിൽ പൂച്ചക്കുട്ടി പോലെ ഇരുന്ന പെണ്ണ ഇന്ന് വീട്ടിൽ വന്ന് ഇമാതിരി പണി കാണിച്ചു വെച്ച്. ഇങ്ങനൊരു കാര്യം എന്റെ ചിന്തയിൽ പോലും ഉണ്ടായില്ല. അഥവാ പറഞ്ഞാലും ഞാൻ അവൾ തമ്മിൽ മാത്രമല്ലേ സംസാരം ഉണ്ടാവും. അല്ലെങ്കിൽ അവൾ കിത്തുവിനോട് സങ്കടം പറയുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ച്. അതിനുള്ള മറുപടിയൊക്കെ ഞാൻ കരുതി വെച്ചതാ. ഇതിപ്പോ നേരം പുലരുമ്പോ വീണുമ്പിൽ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആരെങ്കിലും കരുതിയോ? എന്നെ ചാണകത്തിന്റെ മണം ഉണ്ടോടാ? ദേഹത്തുനിന്ന് ചാണകത്തിന്റെ ഗന്ധം വരുന്നുണ്ടെന്ന് അവൻ മണം പിടിച്ച് നോക്കി. 2-3 തവണ കൂടി മുങ്ങി നിവർന്ന് മണലിൽ നിന്ന് ഉറപ്പാക്കി അവൻ കരയിലേക്ക് കയറി. സോപ്പ് എത്ര തേച്ചിട്ടും കാര്യമില്ലടാ. നായ്ക്കാട്ടത്തിന് ബോഡി സ്പ്രേ അടിച്ചാൽ മണം മാറില്ല. എന്തെങ്കിലും പറഞ്ഞില്ലടാ നീ? ഏയ് ഇല്ല, വാ പോവാ.